അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഖുർആനിൻ്റെ ഭാഷ തന്നെയാണ്. പരിശുദ്ധ ഖുർആനെ വ്യത്യസ്തമാക്കുന്നതും പരിശുദ്ധ ഖുർആനെ നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പ്രചോദിപ്പിക്കുന്നതും പരിശുദ്ധ ഖുർആൻ്റെ ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകളാണ്. ഇഅ്ജാസുൽ ലുഅവി, എന്താണ് പരിശുദ്ധ ഖുർആൻ്റെ ഭാഷാപരമായിട്ടുള്ള അമാനുഷികത? ഇന്ന് ആ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് അൽ ജാമിഅ അൽ ഇസ്ലാമിയ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ VM സാഫർ ഉസ്താദാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. എന്താണ് ഇഅ്ജാസുൽ ലുഅവി എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചോളം അതിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് അമാനുഷികമാണ്, അഥവാ ഖുർആൻ മുഅ്ജിസത്താണ് എന്നുള്ളതാണ്. അതിൽ നിന്നാണ് നമ്മൾ ഇഅ്ജാസുൽ ഖുർആൻ എന്നുള്ളൊരു തലം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും പ്രവാചകന്മാർക്ക് തങ്ങളുടെ പ്രവാചകത്വത്തെ തെളിയിക്കാൻ അള്ളാഹു പ്രത്യേകമായി നൽകുന്ന സിദ്ധികളാണ് യഥാർത്ഥത്തിൽ മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ള മുഅ്ജിസത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. കാലാതിവർത്തിയായ മുഅ്ജിസത്തായ വിശുദ്ധ ഖുർആൻ. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആനിൻ്റെ അമാനുഷികത അഥവാ ഇഅ്ജാസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഭാഷ തന്നെയാണ് പ്രധാനം. കാരണം എല്ലാ കാലഘട്ടത്തിലും അതാത് പ്രവാചകന്മാർക്ക് നൽകുന്ന മുഅ്ജിസത്തുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജനതകൾ ഏത് മേഖലയിലായിരുന്നോ പ്രാവീണ്യമുള്ളവരായിരുന്നത് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള മുഅ്ജിസത്തുകളാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാമക്ക് ഒരർത്ഥത്തിൽ ഒരു മായാജാലം സ്വഭാവത്തിൽ തൻ്റെ വടി പാമ്പാകുന്ന അല്ലെങ്കിൽ തൻ്റെ കൈ കക്ഷത്ത് വെക്കുമ്പോൾ അത് ശോഭിക്കുന്ന ഒക്കെ ഒരവസ്ഥയിൽ നൽകിയത്. അതേസമയം ഈസാ അലൈഹി ഇസ്ലാമൊക്കെ അള്ളാഹു നൽകുന്ന മുഅ്ജിസത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു തിബ് അതോ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടാണ്. ഈ മറ്റേ കുഷ്ഠരോഗം ചികിത്സ ഭേദമാക്കുന്ന ആ സ്വഭാവത്തിലൊക്കെയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ഖുർആൻ എന്ന് പറയുന്നത് അത് മുഅ്ജിസത്തായി മാറുന്ന ഏറ്റവും പ്രധാനമായൊരു തലം അതിൻ്റെ ഭാഷ കൊണ്ട് തന്നെയാണ്. കാരണം ഇന്നും അറബി ഭാഷയിൽ റെഫറൻസ് ആയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അറേബ്യൻ ജനത, പ്രത്യേകിച്ച് ജാഹിലി കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയുന്ന അന്നത്തെ കവിതകളും അന്നത്തെ പ്രഭാഷണങ്ങളും തന്നെയാണ്. അപ്പോൾ ആ ഒരു സമൂഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുകൂടെയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ എന്ന് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അമാനുഷികത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് അൽ ഇഅ്ജാസ് അൽ ലുഗവി എന്ന തലത്തിൽ, അല്ലെങ്കിൽ അൽ ഇഅ്ജാസ് അൽ ബയാനി എന്ന തലത്തിൽ, അതുപോലെ തന്നെ അൽ ഇഅ്ജാസ് അൽ ബലാഗി, ഇതൊക്കെ വ്യത്യസ്ത സ്വഭാവത്തിലാണ്. ഒന്ന് സാഹിതീയമായ ഒരു തലം എന്നർത്ഥത്തിലാവാം, ഭാഷാതലത്തിൽ എന്നർത്ഥത്തിലാകാം, ഒക്കെ നമ്മൾ ആ ഒരു ടേം പറയാറുള്ളത് അതുകൊണ്ടാണ്. അതാണ് മൊത്തത്തിൽ നമുക്ക് ഇഅ്ജാസുൽ ലുഗവിയെക്കുറിച്ച് പറയാൻ കഴിയുന്ന കാര്യം. പക്ഷെ അതേസമയം വിശുദ്ധ ഖുർആൻ അമാനുഷികമാകുന്നത് ഭാഷാതലത്തിൽ മാത്രമല്ല. എന്നല്ല, ഭാഷാതലത്തിൽ മാത്രമാകുമ്പോൾ അതിനുള്ള പരിമിതി എന്ന് ചോദിച്ചാൽ അത് അറബി ഭാഷയും അല്ലെങ്കിൽ അറബി തങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് ആയിട്ടുള്ളവർക്കാണ് അത് കൂടുതൽ ആ അർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിനേക്കാൾ അപ്പുറം, പ്രത്യേകിച്ച് ഉസ്താദ് അബ്ദുള്ള ദറാസിനൊക്കെ പോലുള്ള പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നത് പോലെ വിശുദ്ധ ഖുർആനിൻ്റെ കാലാധിവർത്തിയായിട്ടുള്ള അമാനുഷികത എന്ന് പറയുന്നത് അൽ ഇഅ്ജാസ് അത്തശ്രീഇ എന്ന് പറയും. അഥവാ വിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന ആ ജീവിത ക്രമം എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ എന്നെന്നും നിലനിൽക്കുന്ന മറ്റൊരു പ്രത്യയശാസ്ത്രനും ഐഡിയോളജിക്കും ചലഞ്ച് ചെയ്യാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ളൊരു ജീവിത ദർശനം. അത് മനുഷ്യൻ്റെ സ്പിരിച്വൽ ലൈഫുമായി ബന്ധപ്പെട്ടാകാം, മോറൽ ലൈഫുമായി ബന്ധപ്പെട്ടാകാം, ഫാമിലി ലൈഫുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ തൻ്റെ എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ചുള്ളത് ഒക്കെ ഖുർആൻ സമർപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിന് അപ്പുറം മറ്റൊന്ന് പറയാൻ കഴിയാത്ത, സമർപ്പിക്കാൻ കഴിയാത്ത ഒരു വസ്തുത വിശുദ്ധ ഖുർആനുണ്ട്. ആ അർത്ഥത്തിൽ കൂടെ ഇഅ്ജാസുൽ ഖുർആൻ എന്ന് പറയാം. ഏതൊരു കാലഘട്ടത്തിനും അനുയോജ്യമായിട്ടുള്ള, അതെ, അതാണ് ഖുർആൻ്റെ. അതായത് ഭാഷാപരമായി ഖുർആൻ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്നതോടൊപ്പം തന്നെ ഏത് കാലഘട്ടത്തിലേക്കും അനുയോജ്യമായ ഒരു ജീവിത ദർശനം, ഒരു ജീവിത വ്യവസ്ഥ, ഒരു സിസ്റ്റം ഓഫ് ലൈഫ് എന്ന സ്വഭാവം സമർപ്പിക്കുന്നുള്ള കൂടെയാണ് അതിൻ്റെ പ്രധാനമായി മാറുക. അതിൽ ആ ഒരു മാർഗത്തെ ഏറ്റവും സുന്ദരമായി സമർപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓപ്റ്റ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ്, ആ അർത്ഥത്തിലാണ് ഖുർആൻ ഇഅ്ജാസുൽ ലുഗവി എന്നത് നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുക. പരിശുദ്ധ ഖുർആൻ അവതരിച്ച ഘട്ടത്തിൽ ഇപ്പോൾ അറബി ജാഹിലിയത്തിൽ ഒരുപാട്
ഇപ്പോൾ സബമൂലൊക്കെ ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട കവികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ലബീദ് റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറയാനുണ്ടല്ലോ, ഞാൻ ഇനി ഖുർആന് ശേഷം എനിക്കിനി കവിത എഴുതാൻ കഴിയില്ലാന്ന്. അപ്പം അത് ആ ഭാഷ അറിയുന്നവർക്ക് അതിൻ്റെ എജാസ് മനസ്സിലായിരുന്നു. അതെ, അത് ഭാഷ അറിയുന്നവർ എന്ന് പറയുമ്പോൾ അറിയാത്തവർ അതിൽ നിന്ന് വിദൂരമല്ല. കാരണം ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഒരു സീസൺ കൂടെയാണല്ലോ. കഴിഞ്ഞ വേൾഡ് കപ്പിന് നമ്മൾ കണ്ടൊരു സീൻ എന്തായെന്ന് ചോദിച്ചാൽ, ഖത്തറിലേക്ക് വേൾഡ് കപ്പ് കാണാൻ എത്തുന്ന അറബി ഭാഷയുടെ ഒരു അക്ഷരം പോലും അറിയാത്ത ആളുകൾക്ക് മുമ്പിൽ അവരുടെ കാതുകളിൽ ഖുർആൻ ഇങ്ങനെ കേൾപ്പിക്കും. എന്നിട്ടതിന് ശേഷം അവരോട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് ഫീലിംഗ് ചോദിച്ചാൽ ഓരോരുത്തരുടെയും എക്സ്പ്രഷൻ ഭയങ്കര അത്ഭുതപ്പെടുന്നതായിരുന്നു. കാരണം അവർ അറബി എന്താണെന്ന് അവർക്കറിയില്ല, ഖുർആൻ എന്താണെന്ന് അറിയില്ല, ഇസ്ലാം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇത് കേൾക്കുന്ന അതിൻ്റെ ഒരു ശബ്ദമാധുര്യം, അതിൻ്റെ ഒരു ഈണം, അതൊക്കെ അതിൻ്റെ ഭാഷയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണല്ലോ. ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ലെറ്റേഴ്സ് ഉണ്ട്, അതിൻ്റെ വോയിസ് ഉണ്ട്, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അത് അറബി ഭാഷയോട് പോലും ഒരു ബന്ധമില്ലാത്ത ആളുകൾക്ക് പോലും സ്വാധീനിക്കുന്ന തലത്തിലുള്ളൊരു ഭാഷ വിശുദ്ധ ഖുർആനിനുണ്ട്. അത് അറബി അറിയുന്ന ഒരാളാണെങ്കിൽ അത് കേൾക്കുന്ന മാത്രമേ അതിലേക്ക്. അതുകൊണ്ടായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പ്രസിദ്ധമാണല്ലോ. അതായത് മുഹമ്മദിൻ്റെ തല കൊയ്തേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞ് വാളെടുത്തിറങ്ങിയ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഖുർആനിലെ കുറച്ച് വചനങ്ങൾ കേൾക്കുന്നതോടുകൂടി പിന്നീട് ആ വാള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരെങ്കിലും ഒന്ന് മോശമായി നോക്കിയാൽ പോലും അവൻ്റെ തലവെട്ടാൻ പാകത്തിൽ മാറ്റം വരുന്നത് ഖുർആനിൽ ചില വചനങ്ങൾ കേൾക്കുന്നതിലൂടെ മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ സ്വാധീനിക്കുന്ന ഒരു ഭാഷ ഖുർആനുണ്ട്. അത് കുറച്ചും കൂടെ നമുക്കത് വിശദമായി നമുക്കതിലേക്ക് പോകുമ്പോൾ ഒരു ഭാഷ എന്നർത്ഥത്തിൽ അതിൻ്റെ ലെറ്റേഴ്സിലുള്ള വൈവിധ്യം, അത്ഭുതകരമായ തലങ്ങൾ, അതിൻ്റെ വേർഡ്സിലുള്ള അമാനുഷികമായ പ്രതിപാദനങ്ങൾ, അതൊരു സെൻറ്റൻസായി വരുമ്പോൾ, അല്ലെങ്കിൽ അതൊരു സൂക്തമായി വരുമ്പോൾ, അതൊരു അധ്യായമായി വരുമ്പോൾ, ഏത് തലത്തിലും അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് അർത്ഥത്തിൽ എത്താൻ കഴിയും. അതാണ് ഖുർആൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഇങ്ങനെ ഖുർആന് നമുക്ക് പല രൂപത്തിലും വായിക്കുകയും പഠിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് സാധാരണ നമ്മൾ പാരായണം ചെയ്യുന്നത് പോലെ വായിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനെ ഖുർആൻ ഇങ്ങനെ ആഴത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മളിപ്പോൾ കടലിലേക്ക് ഇറങ്ങുന്ന മുത്തും പവിഴൊക്കെ പറക്കുന്ന പോലെ ഖുർആൻ്റെ ആ ഒരു ഭാഷാപരമായിട്ടുള്ള പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാകുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഖുർആനിലെ അതിൻ്റെ ഒരു ഭാഷാപരമായ ഇജാസുകളെ നമ്മളിങ്ങനെ ഡീറ്റെയിൽഡായി പോകുമ്പോൾ കാണാൻ കഴിയുക. അതിന് ഖുർആൻ ഉപയോഗിക്കുന്ന ചില ഹർഫ് മീൻസ് ലെറ്റേഴ്സ്, അല്ലെങ്കിൽ വേർഡുകൾ, ജസ്റ്റ് ഒരു വേർഡ് പോലും, അതല്ലെങ്കിൽ ആ വേർഡുകൾ ചേർന്നുണ്ടാകുന്ന സെൻറ്റൻസുകൾ, ഇതിനൊക്കെ അത്ഭുതകരമായ മാറ്റമുണ്ട്. ഇപ്പോൾ സാധാരണ നമ്മൾ ഏതൊരു മുസ്ലിമും പാരായണം ചെയ്യുന്ന ഒരു ഭാഗമാണ് സൂറത്തുൽ ബഖറയിലെ അവസാന ആമന റസൂൽ എന്നൊക്കെ. പക്ഷെ അതിൽ രണ്ടാമത്തെ ആയത്തിൽ, അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ടല്ലോ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് കസബത്ത് എന്ന് പറയുന്നു, മറ്റിടത്ത് ഇക്തസബത്ത് എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ മലയാളത്തിൽ നമുക്ക് രണ്ടും ഒരേ അർത്ഥമേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹു, അതായത് നന്മ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറയുമ്പോൾ കസബത്ത് എന്ന് പറയുന്നു, അതേസമയം തിന്മ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് ഇക്തസബത്ത് എന്ന് പറയുന്നു? അപ്പോൾ അറബി ഭാഷയുടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താ വെച്ചാൽ സിയാദത്തുൽ മബ്ന തുഫീദു ബി സിയാദത്തുൽ മാന. ഞാനത് അറബിയിൽ പറയാൻ കാരണം വെച്ചാൽ അങ്ങനെ കുറേ പ്രിൻസിപ്പിൾ നിലകൊള്ളുന്നതാണ് ഈ ലാംഗ്വേജ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്ട്രക്ചറിലുള്ള വർധനവ്, ഒരു ആധിക്യം, ഒരു അക്ഷരം വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലൊരു വേർഡ് നമ്മൾ അധികം പറയുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അർത്ഥത്തിൽ തന്നെ അതിന് വലിയ വ്യത്യാസം നൽകുന്നുണ്ട്. അപ്പോൾ ലഹാമ കസബത്ത് എന്ന് പറയുന്നത് നന്മ പ്രവർത്തിക്കുന്നത് അത് അവന് ഗുണമാണ്. അതേസമയം വ അലൈഹ മക്തസബത്ത് തിന്മ പ്രവർത്തിക്കുന്നത് അവന് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ അവനെതിരായി വരും എന്ന് പറഞ്ഞിടത്ത് തിന്മയെക്കുറിച്ച് പറയുമ്പോൾ ഇക്തസബ എന്ന് അള്ളാഹു പറയുന്നതിനെക്കുറിച്ച് വലിയ ഡിസ്കഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അറബി ഭാഷയിൽ ഇഫ്തഅല എന്ന ഒരു വസ്ന് എന്നാണ് പറയുക, സ്റ്റൈലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഫഅല എന്ന കസബ അതിന് വ്യത്യസ്തമായി ഇഫ്തഅല എന്ന ഇക്തസബ. തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇഫ്തഅല അല്ലെങ്കിൽ ഇക്തസബ എന്ന് പറയുമ്പോൾ കുറേ കൂടെ നമ്മൾ സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ കുറച്ച് പ്രയാസത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് പറയാം. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം വിശുദ്ധ ഖുർആനിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ അയാൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതേസമയം തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ശുദ്ധ പ്രകൃതിയിലുള്ള ഒരു പ്യുവർ മനുഷ്യനെ തന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചോളം പ്രയാസകരമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ലഹ മക്കസബത്ത് എന്നും വഅലൈഹ മക്തസബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആശയം അത് ലഭിക്കുകയാണ്.
അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മെ സംബന്ധിച്ചോളം പലപ്പോഴും നമുക്ക് നന്മ ചെയ്യലാണ് പ്രയാസം, തിന്മ ചെയ്യലാണ് എളുപ്പം, ആനന്ദം എന്നൊരവസ്ഥ ഉണ്ടാവും. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത് ഈമാനിൻ്റെ ഒരു ദൗർബല്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ തന്നെ സൂറത്തുൽ ലൈലിൽ പറയുന്നുണ്ടല്ലോ, വഅമ്മാ മൻ അഅത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്ര എന്ന. അതേസമയം തിന്മയെക്കുറിച്ച് പറയുമ്പോൾ വഅമ്മാ മൻ ബഖില വസ്തഗ്ന വകസ്സബ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ ഉസ്ര എന്നാണ്. ഒരു അക്ഷരത്തിൽ നിന്ന് തന്നെ ഈ ഒരു അർത്ഥ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതാണ് പരിശുദ്ധമായി നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യത്യസ്തത. അതെ, അത് അക്ഷരങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾക്ക് സാധാരണ പറയുന്നൊരു പ്രയോഗമുണ്ട്, അറബി ഖുർആനിൽ ഒരിക്കലും എന്തില്ല, സിനോണിംസ് ഇല്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെയല്ലല്ലോ, കുറേ വേർഡുകളുണ്ടല്ലോ. ഇപ്പോൾ വർഷം, ഇയറിനെ കുറിച്ച് പറയാൻ തന്നെ ഖുർആൻ പല വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പക്ഷെ അത് നമുക്ക് മലയാളത്തിൽ അതൊരേ വേർഡാണെങ്കിൽ പോലും സന്ദർഭം അനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങളുള്ള പദങ്ങളേ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നുള്ളത് അറബി പഠിച്ചു എന്ന് പറയുന്ന ഒരാളെങ്ങാനും ദാലിക്കൽ കിതാബു ലാ ശക്ക ഫീഹി എന്ന് പറഞ്ഞാൽ അത് റൈബ ഫീ എന്നുള്ളതിന് പകരമാകുന്നേ ഇല്ല. കാരണം ലാ റൈബ ഫീ എന്ന് പറയുന്ന ഒരു അർത്ഥവും ലാ ശക്ക ഫീ എന്ന് പറയുന്നത് നമ്മൾ അജഗജാന്തരമുണ്ട്, അത്രമാത്രം വ്യത്യാസം. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ചില ആയത്തുകളിൽ ഒരേ അർത്ഥത്തിലുള്ള വ്യത്യസ്ത പദങ്ങൾ. ഇപ്പോൾ ഒരു സൂറത്തുൽ അങ്കബൂത്തിലൊരു ആയത്ത് അള്ളാഹു പറയാണ്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ. അപ്പോൾ അവിടെ ഇയറിനെ കുറിച്ച് പറയാൻ വേണ്ടി 2 വേർഡ് അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നൂഹ് നബി അലൈഹി ഇസ്ലാമയെ ആ ജനതയിലേക്ക് നിയോഗിച്ചപ്പോൾ അൽഫ സനത്തിൻ 1000 വർഷം, ഇല്ലാ 50 ആമൻ 50 വർഷം ഒഴികെ, അഥവാ 950 വർഷം എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? വേറെയും സാധാരണ ഒരു അറബി വർത്തമാനമാണെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അൽഫസനത്തിൻ വ 50 സന എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഡീറ്റെയിൽ നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ പൊതുവേ സനത്ത് എന്ന് പറയുന്ന അത് ഖുർആൻ മറ്റുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ ബോധ്യമാവും. പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളെക്കുറിച്ച് പറയാനാണ് സനത്ത് എന്ന് അറബി ഭാഷയിൽ ഉപയോഗിക്കുക, ഇയർ. അതേസമയം ആം എന്ന് പറയുന്നത് കുറേ കൂടെ സുഭിക്ഷമായ സന്തോഷകരമായ അവസ്ഥയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു 2 പദങ്ങൾ അള്ളാഹു ഉപയോഗിച്ചതിലൂടെ നമുക്ക് ബോധ്യം വന്ന കാര്യം എന്ന് വെച്ചാൽ 950 വർഷം നൂഹ് നബി അലൈഹി സ്വലാം ഈ മാർഗത്തിൽ അത്രമാത്രം പ്രയാസത്തോടുകൂടി പണിയെടുത്തിരുന്നു എന്നുള്ളതാണ്. ഒരു 50 വർഷം മാത്രമേ അദ്ദേഹത്തെ സംബന്ധിച്ചോളം സന്തോഷവും അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ അർത്ഥത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ളൂ എന്നുള്ളൊരാശയം ഈ 2 വേർഡുകൾ അള്ളാഹു ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങ് നമ്മൾ ഖുർആനിലേക്ക് ഇങ്ങനെ, അപ്പോൾ ഈ ഒരു സ്റ്റൈല് നമ്മൾ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഖുർആനിൽ നിന്ന് ഡിസ്കണക്റ്റ് ആവാൻ കഴിയില്ല. അപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നത് മറ്റേ ഹീമാന, അതായത് ഓരോരോ വേർഡുകൾ കേൾക്കുമ്പോൾ അപ്പോൾ അള്ളാഹു ഇങ്ങനെ പറഞ്ഞ പദങ്ങൾ, പറഞ്ഞ ആയത്തുകൾ, അത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഖുർആൻ കേൾക്കുന്ന ഒരാൾക്ക് അറബി ഭാഷയുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും അത് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഖുർആൻ ഇങ്ങനെ ഭയാനകമായൊരു കാര്യത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഉപയോഗിക്കുന്ന പദങ്ങളെല്ലാം ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുക. ഇപ്പോൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നൊക്കെ കേൾക്കുമ്പോൾ അതങ്ങനെ നമുക്കങ്ങ് ഫീൽ ചെയ്യാണ്, ആ ഒരു പ്രകമ്പനം അങ്ങ് ഫീൽ ചെയ്യാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇദശംസു കുവ്വിറത്ത് വ ഇദൻ നുജൂമു കദറത്ത് എന്നൊക്കെ. അതേസമയം റഹ്മത്ത് കൊണ്ട് അള്ളാഹു പറയുമ്പോൾ ഇപ്പോൾ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ, ഇത്രമാത്രം സുന്ദരമായിട്ടാണ് അതിങ്ങനെ ആശ്വാസമായി മാറുക. അപ്പോൾ ലെറ്റേഴ്സ് മുതൽ, വേർഡുകൾ മുതൽ, സെൻറ്റൻസുകൾ മുതൽ, അതുപോലെ തന്നെ അതിൻ്റെ ശബ്ദമടക്കമുള്ള ഭാഷാ തലങ്ങളിൽ വിശുദ്ധ ഖുർആൻ അമാനുഷികമായി മാറുകയാണ്. അതാണ് അതിൻ്റെ ഒരു സവിശേഷത. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇപ്പോൾ അടുത്ത് വായിച്ചതിൽ ശ്രദ്ധയിൽപ്പെട്ടതാണ് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കും. അവിടെ രുചിക്കുക എന്നുള്ളൊരു പദമാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ രുചിക്കുക? മരണം എന്ന് പറയുന്നത് അത്ര ടേസ്റ്റുള്ള സംഗതി അല്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയൊരു അറിവ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഭക്ഷണം വെക്കുമ്പോൾ ആ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുക അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പം ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയുക ആ ഭക്ഷണം എങ്ങനെയുള്ളതാണ്, നല്ലതാണോ ചീത്തയാണോ നമുക്ക് ഫസ്റ്റ് തന്നെ അറിയാം. അപ്പം മരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിംഗ് ആണ്. എൻ്റെ പരലോക ജീവിതം എങ്ങനെയാണ്, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എൻ്റെ ലൈഫ് എന്നുള്ള ഒരു ടേസ്റ്റിംഗ് ആണ് ആ ഇതെന്ന്. അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ്റെ ഓരോ സ്ട്രക്ചറും ഉള്ളത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട. കാരണം പറഞ്ഞ പോലെ മരണത്തെ
ഭക്ഷണത്തിലൂടെ തന്നെ നമുക്കതങ്ങ്, ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം വേണോ വേണ്ടേന്ന് തീരുമാനിക്കുന്ന ഒന്ന് ജസ്റ്റ് രുചിച്ചുകൊണ്ടായിരിക്കും. രുചിച്ച് നമുക്ക് വേണം, അവോയ്ഡ് ചെയ്യാം, കാരണം സ്വാഭാവികമായിട്ട്. അപ്പോൾ അതേസമയം പക്ഷേ മരണം നമ്മൾ രുചിച്ചിട്ട് പിന്നീട് അതിൽ നമുക്ക് റിട്ടേൺ അടിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അതങ്ങ് ഇതിൻ്റെ തുടർച്ച എന്നവണ്ണം ബാക്കി നമ്മൾ അനുഭവിക്കണം. അതിൻ്റെ തന്നെ മറ്റൊരു തലം ഇപ്പോൾ പലപ്പോഴും ഈ ശിക്ഷയെക്കുറിച്ചൊക്കെ പറയുമ്പോഴും അള്ളാഹു ഈ ഒരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഫദൂഖു ബിമാ നസീതും ലിഖാ യൗമിക്കും ഹാദ എന്നൊക്കെ പറയുന്ന പോലെ, അതായത് നിങ്ങൾ ഈ ഒരു ശിക്ഷ സൂറത്തു സജദിൽ പറയുന്നുണ്ടല്ലോ, ശിക്ഷങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, അനുഭവിച്ചു കൊള്ളുക എന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു ആശയം തന്നെയാണോ ലഭിക്കുന്നത്. അതായത് മനുഷ്യൻ്റെ മനുഷ്യന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷകളെക്കുറിച്ചാവട്ടെ പ്രതിഫലങ്ങളെക്കുറിച്ചാവട്ടെ അതൊക്കെ കേവലമാകുന്നൊരു ശാരീരികമായൊരവസ്ഥ മാത്രമല്ല ഖുർആൻ പ്രതിപാദിക്കും, മറിച്ച് മനുഷ്യനെ സമൂലമായി ബാധിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ പലപ്പോഴും നമ്മളിങ്ങനെ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഇസ്ലാം വിമർശകർ പോലും അവിടുത്തെ എന്തൊക്കെയോ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ അതിനേക്കാളപ്പുറം ഖുർആൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത് സ്വർഗത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഒരു ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ് പറയുന്നത്. പീസ്ഫുൾ ലൈഫ്. അതായത് മാനസികമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്വസ്ഥത. അപ്പോൾ എന്തെല്ലാം ബൗദ്ധിക സംവിധാനങ്ങളുണ്ടായാലും ഈ പറയുന്ന പോലെ ഒരു ഖൗഫോ ഹുസ്നോ അഥവാ ഭയമോ ഭീതിയോ ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്നും അനുഭവിക്കാൻ കഴിയില്ല. പക്ഷെ അത് തന്നെ വളരെ പ്രധാനമാണ് കേട്ടോ. അള്ളാഹു പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് എപ്പോഴും ലഭിക്കുന്ന സൗഭാഗ്യം ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഖൗഫ് എന്ന് പറയുന്നത് വരാനിരിക്കുന്നതിനെക്കുറിച്ചാണ് ഭയം ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമുക്ക് ഭയമല്ല ഉണ്ടാവുക. അതേസമയം കഴിഞ്ഞു പോയതിനെക്കുറിച്ച് നമുക്ക് ഉണ്ടാവുക ദുഃഖമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അത് ഈ ലോകത്തും അനുഭവിക്കുക അങ്ങനെ തന്നെയായിരിക്കും. കഴിഞ്ഞു പോയ ഒന്നിനെക്കുറിച്ചും അവർ ദുഃഖിക്കുന്നില്ല അങ്ങേയറ്റത്തെ, അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് അവർ ഒരിടത്തും ഭയപ്പെടുന്നില്ല എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ഈ ഖുർആനിക പദങ്ങളിലൂടെ അള്ളാഹു ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് കേവലം അതിൻ്റെ ഒരു അർത്ഥം അങ്ങ് മനസ്സിലാക്കി അതിനോടുള്ള ബാധ്യത തീർത്തു എന്നല്ല, മറിച്ച് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങളെന്തേ ചിന്തിക്കാത്തത്, മനനം ചെയ്യാത്തത്. തദബ്ബുർ എന്ന് പറയുന്നതിന് നമ്മൾ ചിന്തിക്കുക, ഓവർ തിങ്കിങ് എന്നൊക്കെ പറയും. പക്ഷേ അതിനേക്കാളപ്പുറം ഞാൻ വളരെ ലളിതമായി അതിന് പറയാൻ കഴിയുന്ന അർത്ഥം വെച്ചാൽ നമ്മൾ പിറകെ കൂടുക എന്നൊക്കെ അർത്ഥം പറയാം. നമ്മൾ സാധാരണ പിന്നാലെ കൂടുക, അത് ഒരു മലബാർ ഭാഷയിലൊക്കെ പറഞ്ഞാൽ വൈത്താലെ കൂടുക എന്നൊക്കെ പറയും. അത് തന്നെയാണ് സത്യത്തിൽ. കാരണം അള്ളാഹുവിൻ്റെ കലാമിനോടൊപ്പം അത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഖുർആൻ വ്യാഖ്യാനം എന്നൊക്കെ പറയുന്നത് അതിൻ്റേതായ ഒരു ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്തുമ്പോഴേ നമുക്ക് ചെയ്യാൻ കഴിയും. അതേസമയം ഖുർആനെക്കുറിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് അതിനെക്കുറിച്ച് നിരന്തരം ആലോചിക്കുക എന്നൊക്കെ പറയും ഏതൊരു വിശ്വാസിയും ചെയ്യേണ്ടതാണ്, ചെയ്യാൻ കഴിയുന്നതാണ്. അതാണ് തദബ്ബുർ എന്നൊക്കെ പറയുന്നത്. ആ തദബ്ബുറിലൂടെയാണ് ഈ പറയുന്ന ഖുർആൻ്റെ അമാനുഷ്യത നമുക്ക് ബോധ്യമാവുക. ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ ബേസാണ് ഖുർആൻ എന്നുള്ളത്. നമുക്ക് ആ ഖുർആനില്ലാതെ വേറെ എന്തും കെട്ടിപ്പടുക്കാൻ കഴിയില്ല. നമ്മൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മൾ പല ഇതിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ബേസായിട്ട് വരേണ്ട കാര്യം നമ്മുടെ പരിശുദ്ധ ഖുർആൻ തന്നെയാണ്. അത് ഒരു പോയിന്റ് നമ്മൾ അടിവര ഇടേണ്ട കാര്യം. അതിപ്പോൾ നേരത്തെ നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങുന്നത് ഖുർആൻ്റെ ഭാഷാപരമായ അമാനുഷികതയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ആത്യന്തികമായി എന്തിനാണ് ഞാൻ ഖുർആൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ശാസ്ത്രം പ്രതിപാദനത്തെക്കുറിച്ച് അറിയാനല്ല, അതിൻ്റെ ഭാഷാപരമായ മികവിനെക്കുറിച്ച് അറിയാനല്ല, മറിച്ച് പ്രഥമമായി ബേസിക്കലി ഞാൻ ഖുർആനായിട്ട് എന്നെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ അത് എൻ്റെ റബ്ബിൽ നിന്നുള്ള എൻ്റെ ജീവിതത്തിലേക്കുള്ള മാർഗദർശനമാണ്. അത് കുറച്ചും കൂടെ സുന്ദരമായിട്ട് അള്ളാഹു തന്നെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം സൂറത്തുൽ ഫാത്തിഹ എന്ന ഒന്നാമത്തെ അധ്യായത്തിലൂടെ ദുആ എന്നൊരു പേരും കൂടെ ഫാത്തിഹക്കുണ്ടല്ലോ. നമ്മൾ ചോദിക്കുകയാണ് ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. അപ്പോൾ റബ്ബ് പിന്നീട് അങ്ങ് ബഖറ മുതൽ പറയാണ് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. പിടിച്ചോ, നീ ചോദിച്ച ഹിദായത്ത് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞെങ്കിൽ തരികയാണ്. എന്നല്ല ഖുർആനിന് അള്ളാഹു ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ള വിശേഷണവും ഹുദ എന്നതാണ്. അത് പല സ്വഭാവത്തിലുണ്ട്. ഇപ്പോൾ ഹുദലിൽ മുത്തഖീൻ എന്നൊരിടത്ത് പറയും, അല്ലെങ്കിൽ ഹുദലിൽ മുഅ്മിനീൻ എന്നൊരിടത്ത് പറയുന്നു, അല്ലെങ്കിൽ ഹുദം വബുഷ്റാലിൽ മുസ്ലിമീൻ എന്ന് പറയുന്നുണ്ട്, ഹുദലിൽ മുഹ്സിനീൻ എന്ന് പറയുന്നുണ്ട്, സർവോപരി ഹുദലിൻ നാസ് എന്നുകൂടെ പറയുന്നുണ്ട്. മനുഷ്യർക്കാകമാനം ഹിദായത്ത്. അപ്പോൾ ഈ ഒരു ആംഗിളിനെ അവഗണിച്ചുകൊണ്ട് ഖുർആനുമായിട്ടുള്ള നമ്മളെന്തോ ഒരു പഠനം നടത്തുക എന്നുള്ളതിന് പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുക. അഥവാ ആത്യന്തികമായ ഖുർആൻ നമുക്ക് മാർഗദർശനമാണ്. ആ മാർഗദർശനത്തെ ഏറ്റവും സുന്ദരമായി ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കൂടുതൽ പഠനങ്ങൾ എന്നതാണ് ഈ പറയുന്ന ഏജാസുൽ ഖുർആനും മറ്റുള്ളതൊക്കെ സാധിക്കുക.
അവിടെ ലൈഫിൻ്റെ പാർട്ടായിട്ട് പോകേണ്ടതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉള്ളൊരു പ്രശ്നമാണ് ആളുകൾ കൂടുതലും ഡിപ്രഷനും ആങ്സൈറ്റിയും. ലൈഫ് ഒരു ഡിസോർഡറാണ്, ബിസിയാണ്, ഫുൾ ഇതാണ്. ഇപ്പം നേരത്തെ പറയല ആ ഹുദ അങ്ങനെ പിൻപറ്റി പോവുകയാണെങ്കിൽ ശരിക്കും മറ്റേ അള്ളാൻ്റെ സ്മരണ കൊണ്ട് നമ്മുടെ മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരിശുദ്ധ ഖുർആനിലൂടെ പോകുമ്പോഴല്ലേ നമുക്ക് ആ ഒരു പീസ്ഫുൾ ലൈഫ്. അതെ, അത് ഖുർആൻ തന്നെ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന്. അത് നമ്മളിപ്പോൾ പലപ്പോഴും ധരിക്കാറുള്ള ദിക്റുള്ള എന്ന് പറയുന്നത് ഇങ്ങനെ നാവ് ഇങ്ങനെ ഉരുവിടുക. ദിക്ർ അത് പ്രധാനം, പക്ഷേ അതിനേക്കാളപ്പുറം അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ദിക്ർ എന്ന് പറയുന്നത് ഖുർആനാണ്. കാരണം അതുകൊണ്ടാണ് ഖുർആൻ തന്നെ പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നുള്ളത് പറയുന്നു. വ അൻസൽനാ ഇലൈക ദിക്റ, ഇതൊക്കെ ഖുർആനാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഖുർആനിനെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ജീവിതം എന്ന് പറയുന്നത് തീർത്തും അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക, കുടുസായ ഒരു ജീവിത അനുഭവമാണ്. അപ്പോൾ നമ്മൾക്ക് തന്നെ ചിലപ്പോൾ തോന്നുന്നുണ്ടായി അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടോ, ഖുർആനിലൂടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. പക്ഷേ അത് ഖുർആനിലൂടെ അങ്ങ് നമ്മൾ ചേർത്ത് വെക്കുമ്പോഴേ നമുക്കത് ബോധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുപക്ഷെ ഖുർആൻ നടത്തിയൊരു പ്രയോഗമുണ്ട്. ഖുർആനെക്കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നത് ഷിഫാ ഉല്ലിമാ ഫി സുദൂർ എന്നൊരു പ്രയോഗം നടത്തിയത്. അത് തന്നെ സൂക്ഷ്മമാണ് ശരിക്കും. ഇപ്പോൾ നമ്മൾ ഹൃദയങ്ങളിലുള്ളതിൻ്റെ ശമനമാണ് എന്നാണ് ഷിഫ എന്ന് പറയും. പക്ഷേ ശരിക്കും നമ്മൾ പറയേണ്ടിയിരുന്നത് നമ്മുടെ ഭാഷയിനനുസരിച്ച് ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ പനിക്കുള്ള മരുന്ന് ആണ് പാരസെറ്റാമോൾ എന്ന് നമ്മൾ പറയും. പക്ഷെ മരുന്ന് എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നത് മരുന്നെന്ന് പോലുമല്ല പറയുന്നത്, ശമനമാണ്. അതിൽ വേറൊരു ഡൗട്ടില്ല. അത്രമാത്രം എന്താ പറയുക സെർട്ടനായിട്ട് അള്ളാഹു പറയാനില്ല, അത് ശമനം ഇത് തന്നെയാണ് എന്നുള്ള. അപ്പോൾ അതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഖുർആൻ നമുക്ക് എത്ര തിരക്ക് പിടിച്ച മനുഷ്യനാണെങ്കിൽ ശരി, ഞാൻ പറയുക തിരക്കുകളൊന്നും ഖുർആനിൽ നമ്മൾ അകറ്റാൻ ഒരു ന്യായമല്ല. കാരണം നമ്മളെക്കാൾ എത്രയോ തിരക്കിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, വ്യക്തിപരമായി തന്നെ അങ്ങനെ വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പലരെയും കണ്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഖുർആനിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം ഇല്ല എന്നത് നമ്മൾ നേരിട്ട് അനുഭവിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതേസമയം ഈ തിരക്ക് കൊണ്ട് പഠിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്ന നമ്മുടെ സ്ക്രീൻ ടൈം ഒരു ദിവസം എത്രയും ചോദിച്ചാൽ കൂടുതലാണ്, മണിക്കൂറുകൾ പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇത് ഖുർആനിലേക്ക് നമ്മൾ മടങ്ങുക ഈ അർത്ഥത്തിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഭാഷാതലത്തിലും സർവോപരി ഖുർആനിൻ്റെ ആശയതലങ്ങളിലേക്കുമൊക്കെ നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പടച്ചവനിങ്ങനെ വഴികൾ തുറന്നു തരിക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. സമൂഹത്തിനും നാടിനും ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മൾ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു ബേസ് ഖുർആനില്ലാതെ ഇപ്പോൾ ഇബ്നു തൈമിയ്യ ഒരു പറയുന്നുണ്ട്, അടിസ്ഥാനം അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലവത്താവില്ല, ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സംഗതി കൂടെ കൊണ്ടുപോയി അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴല്ല അതിനൊരു റിസൾട്ട് അല്ലെങ്കിൽ അതിനൊരു അള്ളാഹിൻ്റെ അടുക്കുന്നൊരു റിവാർഡ് ശരിക്കും കിട്ടുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോഴും ആളുകളെ സംബന്ധിച്ചോളം വെച്ചാൽ ഖുർആൻ അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിലൊരു മാർഗമായി മാറുന്നുണ്ടോ എന്നൊക്കെ, അങ്ങനെ ഒരു വേ ഓഫ് ലൈഫ് എന്ന അർത്ഥത്തിലാണോ ഖുർആൻ ഉള്ളതെന്ന് പോലും അറിയാത്തവരാണ് വലിയൊരു വിഭാഗം. പക്ഷേ നമ്മൾ സമയപരിമിതി ഉണ്ട്, അല്ലെങ്കിൽ അതിന് നമുക്കിങ്ങനെ ഓരോ ഉദാഹരണങ്ങൾ, നമ്മുടെ എത്രമാത്രം മൈന്യൂട്ടായ വിഷയങ്ങളെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ നടത്തത്തെക്കുറിച്ച് ഇപ്പോൾ ഈ 6236 ആയത്തിൽ 4 ആയത്തുകളിൽ അള്ളാഹുവിൻ്റെ നടത്തത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നടത്തം ഒരു വിഷയമാണെന്ന് എന്നല്ല, ഇബാദുർ റഹ്മാൻ എന്ന അർത്ഥത്തിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെക്കുറിച്ച് അള്ളാഹു സംസാരിക്കുമ്പോൾ ഒന്നാമത് പറയുന്നത് യംഷൂന അലർലി ഹൗന എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാകുന്നത്? കാരണം ഒരു കൾച്ചറിനെ എൻ്റെ അടയാളപ്പെടുത്തുക. എൻ്റെ നടത്തം തെളിയിക്കുന്നുണ്ട് എൻ്റെ മനസ്സെന്താണ്, ഞാൻ എത്രമാത്രം അഹംഭാവത്തോടും അഹങ്കാരത്തോടും കൂടിയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഇബാദുർ റഹ്മാൻ്റെ ഒന്നാമത്തെ വിശേഷണമായിട്ട് അത് പറയുന്നത്. വേറെ അടുത്ത് പറയുന്നുണ്ട് വലാ തംശി ഫിൽ അർളി മറഹ വഖ്സഫി മഷീഖ് എന്നൊക്കെ പറയും. പിന്നെ എൻ്റെ സംസാരത്തെക്കുറിച്ച് പറയുന്ന എത്രയോ വേർഡുകളുണ്ട്. അവിടെ നിന്ന് അങ്ങ് തുടങ്ങുകയാണ് ഓരോന്ന് എന്നല്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒക്കെ അത്ഭുതപ്പെട്ടു പോകുന്ന വർത്തമാനങ്ങൾ ഖുർആൻ വലിയ ഒരു സൂറത്തുൽ ബഖറയിൽ തന്നെ ഒരു ആയത്ത് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിൻ്റെ മാതാവ് മുലപ്പാൽ കൊടുക്കേണ്ടത് എത്രയാണ്, ഫീഡിങ്ങിൻ്റെ ഒരു ഇയർ എത്രയാണ്, ഇതൊക്കെ പറയുന്ന ഖുർആനിലെ ആയത്തുകളാണ്. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലേക്കും ഈ പറയുന്ന സ്വഭാവത്തിൽ മാർഗം പടച്ചവൻ കാണിച്ചു തരുന്നുണ്ട്. അതിൽ നിന്ന് അതിൻ്റെ വ്യാഖ്യാനമാകുന്ന തിരുസുന്നത്തിൽ അതിൻ്റെ വലിയ വിശാലമായ തലങ്ങളുണ്ട്. ഇനി അതല്ല, കാലമെത്ര പുരോഗതി പ്രാപിച്ചാലും അവിടങ്ങളിലേക്കൊക്കെ നമുക്ക് ഇസ്ലാമിക വിധികളെ കണ്ടെത്താൻ ഉതകുമാറുള്ള പ്രിൻസിപ്പിൾസ്, അടിസ്ഥാനങ്ങൾ ഈ വിശുദ്ധ ഖുർആനിലും അതിൻ്റെ വ്യാഖ്യാനമാണ് തിരുസുന്നത്തിലുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഖുർആൻ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാൻ സാധ്യമാവുക.
അൽഹംദുലില്ലാ ഇന്ന് ആ അർത്ഥത്തിൽ ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ആ അർത്ഥത്തിൽ ആളുകൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കൂടുതലും ഖുറാനിലേക്ക് പലരും തിരിച്ചു വന്ന് നമ്മൾ ആ ഒരു ഖുറാനിക് ലൈഫിലേക്ക് എല്ലാവരും മാറി വരുന്നുണ്ട്. അത് നമുക്കൊരു ഹയറാണ്. ശരിക്കും അതാണ് ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഖുറാനനുസരിച്ചുള്ളൊരു ലൈഫ് നമുക്കും എല്ലാവർക്കും, വിശേഷം നമ്മുടെ ഉമ്മത്ത് മുസ്ലിമർക്ക് എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ.